ബിസിനസ്സുമായി കണക്ട് ആയിട്ട് 4 മാസമായി. ഞാനൊരു ഹൗസ് വൈഫ് കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ അശ്വിനി മേഡത്തെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അശ്വിനി മേഡം കാസർഗോഡ് സ്വദേശിനി കൂടിയാണ്. അതുപോലെ തന്നെ ദുബായിലാണ് അശ്വിനി മേഡം വർക്ക് ചെയ്യുന്നത്. അശ്വിനി മേഡം അക്കൗണ്ട് ആൻഡ് കളക്ഷൻ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയി ഇപ്പൊ ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ടും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സർട്ടിഫൈഡ് NLP പ്രാക്ടീഷണർ കൂടിയാണ് നമ്മുടെ അശ്വിനി മേഡം. അശ്വിനി മേഡത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം അശ്വിനി മേഡം. താങ്ക് യു അക്ഷയ, വളരെ നന്നായി തന്നെ എന്നെ പരിചയപ്പെടുത്തി. അപ്പം എന്റെ താമസം UAE-യിലാണ്, ദുബായിലാണ്. അപ്പം അക്ഷയ പറഞ്ഞ പോലെ നാട്ടില് കാസർഗോഡാണ്. അപ്പൊ ഇന്നത്തെ പ്രസന്റേഷന് പുതിയതായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, മനീഷ വിപിൻ, തൃശ്ശൂർന്ന്. ബാക്കിയെല്ലാം നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സ് തന്നെയാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സ്ലൈഡ് ത്രൂ ആണ് ഇതിന്റെ പ്രസന്റേഷന് പറയാൻ പോകുന്നുള്ളത്. കാണാമോ സ്ലൈഡ് അക്ഷയ? ഓക്കെ അല്ലേ? സ്ലൈഡ് കാണാമോ? സ്ലൈഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൽ കാണാം വിന്നിംഗ് ടീം. വിന്നിംഗ് ടീം എന്ന് പറയുന്നത് ഇന്ത്യന്റെ ഒരു ടീം ഓഫ് ചാമ്പ്യൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. നമ്മൾക്ക് ഈ ഒരു ബിസിനസിന്റെ എല്ലാം ട്രെയിനിങ്സ് പ്രോഗ്രാംസ് ഒക്കെയും ഫ്രീ ആയിട്ട് നമ്മൾക്ക് തരുന്നുള്ളത്. വിന്നിംഗ് ടീമിന് വന്നിട്ടില്ല. കാണുന്നില്ല? വിന്നിംഗ് ടീമിന് വന്നിട്ടില്ല. ഫയലിന്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ കാണാമോ? ഓക്കെ ആണോ? ഇപ്പൊ കാണാം. ഓക്കെ. ഇപ്പൊ വിന്നിംഗ് ടീം എന്ന് പറയുന്നത് നമുക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ടീം ഓഫ് ചാമ്പ്യൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിൽ നമുക്ക് കാണാം കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മള് ഇതുവരെയും ലൈഫിൽ എല്ലാവരും കസ്റ്റമേഴ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾക്ക് കസ്റ്റമറായി നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റിന് യൂസ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു, ഇത്ര മാത്രം. അല്ലാതെ നമ്മൾക്ക് അതിൽ വേറെ ബെനിഫിറ്റ്സ് ഒന്നും, പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ആർക്കും കിട്ടുന്നില്ല. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കസ്റ്റമറായ നമ്മളെ എംപവർ ചെയ്യാണ് കമ്പനി ചെയ്യുന്നുള്ളത്. നമുക്കിതിൽ കാണാം ഈ ഒരു സ്ലൈഡില് പലതരം നമുക്ക് എല്ലാവർക്കും ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ തന്നെ ഡ്രീംസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഇതിൽ കാണാം ഓരോരോ ആൾക്കാരുടെ ഡ്രീംസ് ഡിഫറെന്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് നല്ല വീട് കെട്ടണം, അതുപോലെ വേൾഡ് മുഴുവനും കറങ്ങണം, അതുപോലെ തന്നെ നമുക്ക് നല്ല വണ്ടി വാങ്ങണം, ഡ്രീം കാർ, അതുപോലെ നല്ല ക്യാഷ് ബാങ്ക് ബാലൻസ്, ഫാമിലിന്റെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് നമ്മുടെ ഡ്രീമിനെ പറ്റി ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. എല്ലാവരുടെ ഡ്രീംസ് ഡിഫറെന്റ് ആയിരിക്കും, ഒരേ ഡ്രീംസ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രീംസ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ക്ലാസ് റൂമിലൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മളെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങളും കൊണ്ടും നമ്മളെ ലൈഫ് ഡ്രീം, നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഒക്കെ നമ്മളെല്ലാവരും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇതിൽ നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുള്ളത്. ഒരു ആളെ സക്സസ്ഫുൾ ജീവിതം എന്ന് പറയുന്നത്, ദ സക്സസ്ഫുൾ ലൈഫ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി. ഇതൊക്കെയും നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ലൈഫ് സക്സസ്ഫുൾ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ ലൈഫ് ഒരിക്കലും കംപ്ലീറ്റ് ഓർ സക്സസ് എന്ന് പറയാൻ പറ്റൂല. നമുക്കിതിൽ കാണാം ഇപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാം വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്. നമ്മൾക്ക് ഇപ്പൊ ഉള്ള ഇൻകമിന്റെ സോഴ്സസ് അതെന്താണ്? വാട്ട് അബൌട്ട് യുവർ സേവിങ് ഫോർ ഫ്യൂച്ചർ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള സേവിങ് എന്താണ്? ആർ യു ഷുവർ അബൌട്ട് യുവർ കറന്റ് ജോബ് സെക്യൂരിറ്റി, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോബ് സെക്യൂർ ആണോ?
അതേപോലെ തന്നെ ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്. നമ്മളിപ്പം ഈ ഒരു കറന്റ് ഇൻകം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ഡു യു ഹാവ് വാട്ട് ഡു യു ഹാവ് ക്വാളിറ്റി ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമ്മൾക്കറിയാം ഈ ഒരു കണ്ടീഷനിലൊക്കെ ഇപ്പം യു എയിലൊക്കെ വാറാണ്. ഓക്കെ, ഇപ്പോഴും ഒരു 2 minutes ബിഫോർ ഒരു അലാറം ഒക്കെ വന്നു. ഇപ്പൊ എപ്പോ പോലും നമുക്ക് ഈ ഒരു എന്താ മിസൈൽ അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തില് നമ്മളിപ്പോ ആർക്കും ഇവിടെ ഈ ഒരു കൺട്രിയിൽ താമസിക്കുന്ന എല്ലാവരും ജോബ് ഇൻസെക്യൂർ ആണ്. ആരും ഇനിയിപ്പോ ഒരു ക്രൈസിസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ കേൾക്കാറില്ലേ ഗൾഫിൽ ഇപ്പം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണോ, അതുപോലത്തെ ഒരു ക്രൈസിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോബ് ഇവിടെ ഒന്ന് സെക്യൂർ ആയിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ ഇൻകം, നമ്മളെ സാലറിക്കൊക്കെ എല്ലാവർക്കും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ജോബ് സെക്യൂർ ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾക്കിടെ റിമൈൻഡ് ചെയ്യുന്നുള്ളത്. നമുക്ക് ഇതിൽ കാണാം ടൈപ്സ് ഓഫ് ഇൻകമില് ലോകത്ത് 2 തരത്തിലുണ്ട്. ആക്റ്റീവ് ഇൻകമും അതുപോലെ തന്നെ പാസീവ് ഇൻകമും. ആക്റ്റീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എംപ്ലോയീസ്. അതില് പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ മന്ത്ലി സാലറി ബേസിസ് അല്ലെങ്കിൽ വേജസ് ബേസിസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതാണ് നമ്മളെ ആക്റ്റീവ് ഇൻകമിൽ വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാർ. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? ആർട്ടിസ്റ്റുമാർ. അതുപോലെ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ചെറിയ ചെറിയ ജോബ്സിലുള്ള കാർപെന്റേഴ്സ്, പെയിന്റേഴ്സ്, ഇവരൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ലോകത്ത് 95% ആൾക്കാരും ഈ ആക്റ്റീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു 5% മാത്രമേ ഉള്ളൂ. പിന്നെ ആരുടെ അടുത്താണ് ഈ സമ്പത്തൊക്കെ കിടക്കുന്നുള്ളത്? അതാണ് പാസീവ് ഇൻകമിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അത് ലോകത്ത് 95% സമ്പത്തുള്ളത് ഇവരെ കയ്യിലാണ്. അതുപോലെ തന്നെ ലോകത്ത് 5% ആൾക്കാർ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നുള്ളൂ. അതാരാണ്? ബിസിനസ് ഓണേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഓണേഴ്സ്, ഹോസ്പിറ്റൽസ്, നമുക്ക് ജോയ ലുക്കാസ്, അതുപോലെ ലുലു, അതുപോലെ കല്യാൺ ജ്വല്ലറി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൽ നമുക്ക് പറയാം ലാൻഡ് ഒക്കെ വാങ്ങി അതിൽ നമുക്ക് ബിൽഡിംഗ് ഒക്കെ കെട്ടി റെന്റിനൊക്കെ കൊടുക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ ഒരു സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എല്ലാ മാസം ഇവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. വർക്ക് ചെയ്യണം എന്നില്ല. അതാണ് പാസീവ് ഇൻകമിന്റെ ആ ഒരു എന്താ ഫെസിലിറ്റി. ഇപ്പൊ നമുക്ക് കാണാം കേരളത്തിലൊക്കെ നമ്മൾക്കൊക്കെ മലയാളികളായ നമ്മൾക്കൊക്കെ ഒരു എന്താ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരു സാധാരണക്കാർക്ക് പറ്റുമോ? പറ്റില്ല. അതിന് പല തടസ്സങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ? അപ്പം എന്താ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഈ ഹോസ്പിറ്റൽസും പിന്നെന്താ ഇതുപോലത്തെ ബിൽഡിങ്ങുകളും പിന്നെന്താ അതുപോലെ തന്നെ ഇതുപോലെ ജുവലറീസും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളെ നാട്ടില് അങ്ങനെ ഒരു ബിസിനസ് എന്ന് പറയുന്ന അങ്ങനത്തെ. ഇപ്പൊ നമ്മൾ യു എയിലൊക്കെ ഇഷ്ടംപോലെ ബിസിനസ്സുകളുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ജോലിക്ക് ഇടവരുന്നത്. അതേ നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ആൾക്കാർ എല്ലാവരും അബ്രോഡിലേക്ക് പോവാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അബ്രോഡ് പോവാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടൈപ്സ് ഓഫ് ഇൻകമില് നമ്മളെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് പ്ലാറ്റ്ഫോം ആണ് ഞാൻ നിങ്ങൾക്ക് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കാണാം വാട്ട് യു ഗെറ്റ്. ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഇതിലുള്ള ബെനിഫിറ്റ്? എക്സ്ട്രാ ഇൻകം, ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ? നമ്മൾക്കിപ്പം ഒരു ഇപ്പൊ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, അതിന്റെ കൂടെ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ ഇൻകം വരും. അതേപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം. നമുക്കറിയാം നമ്മുടെ സാധാരണ ഒരു എംപ്ലോയി ലൈഫിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഓരോ സാധനം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? എന്തും ഒരു സർവീസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ക്യാഷ് ടാഗ് നമ്മൾ നോക്കിയിട്ട് അല്ലെ, ബില്ല് ടാഗ് നോക്കിയിട്ടല്ലേ നമ്മളെല്ലാവരും ഇത് വേണോ വേണ്ടിയോ ഡിസിഷനിലേക്ക് വരിക. അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ടൈം ഫ്രീഡം. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താ അവര് നമുക്ക് നമ്മളതായ ഒരു ഫ്രീഡം ടൈമിൽ നമുക്ക് കിട്ടൂല. പിന്നെ വരുന്നത് എന്താ? ഗുഡ് ഹെൽത്ത്. നമ്മൾക്ക് നല്ല ആരോഗ്യം നമുക്ക് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലീവ് എ ലെഗസി. ഈ ഒരു ബിസിനസ് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലും ഇനി എത്ര നല്ല ഹൈ ഡെസിഗ്നേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്താലും നമ്മളെ നെക്സ്റ്റ് തലമുറക്ക് അതൊരിക്കലും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ബട്ട് ഈ ഒരു എംപ്ലോയി ലൈഫിലാണ് നമുക്കത് പറ്റാത്തത്. നമ്മൾക്ക് ഈ ഒരു ബിസിനസ് മേഖലയിൽ നമ്മളെ നെക്സ്റ്റ് തലമുറക്ക് നമ്മളെ ഫാമിലിനെ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്. അത് നമ്മൾക്ക് ഇതിൽ ഏർലി റിട്ടയർമെന്റ് 30-40 വർഷം ഒന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 10 ഇയറിന്റെ ഉള്ളിൽ
നമുക്ക് 5 to 10 ഇയറിന്റെ ഉള്ളിൽ നമുക്ക് റിട്ടയർമെന്റിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും ഒരു പ്രസന്റേഷൻ എടുക്കാനോ ഒരു സ്റ്റേജിൽ പോയി സംസാരിക്കാനോ നമ്മൾക്ക് എല്ലാവർക്കും പറ്റുമോ? സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പൊ ഇതില് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ പേഴ്സണാലിറ്റിയിലെ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ് വൈഡ് നമ്മൾക്ക് കറങ്ങാനുള്ള അങ്ങനത്തെ ട്രിപ്പുകളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ നമ്മളെ ടീമൊക്കെ ഈ ഒരു ബിസിനസ്സിലുള്ള ഇന്ത്യ ലെവലിലുള്ള ആൾക്കാർ ട്രാവൽ ചെയ്യാൻ ടൂറിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ട് കറന്റ്. നെക്സ്റ്റ് ഒരു ട്രാവൽ ചെയ്യുന്നതിന്റെ പുതിയ അനൗൺസ്മെന്റും വന്നിട്ടുണ്ട്. ട്രാവൽ ഫണ്ട് അച്ചീവേഴ്സിന് തായ്ലാന്റ് ട്രിപ്പാണ്. അതുപോലെ നമ്മൾക്ക് കുറെ ആൾക്കാരിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഡ്രീം ലൈഫ് ഇപ്പൊ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട് ഒരാൾക്ക്. നമ്മളിപ്പോ ഒരു എംപ്ലോയി മാത്രമായി നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇങ്ങനൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. ബട്ട് ഈ ഒരു മേഖലയിൽ നമുക്ക് കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതാണ് ഇതിൽ പറയുന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്പനീന്റെ പറ്റിയാണ്. കമ്പനീന്റെ പേര് വെസ്റ്റേജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഡൽഹി ബേസ്ഡ് ആയിട്ട് 10 പ്രോഡക്ട്സ്, 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തുടങ്ങിയ ഈ ഒരു കമ്പനീന്റെ എംഡിന്റെ പേര് ഗൗതം ബാലി, കണ്ണൂർ ബീർ സിംഗ്, അതുപോലെ തന്നെ ദീപക് സുദ് കോ പാർട്ട്നേഴ്സ് ആണ്. 21 വർഷം കംപ്ലീറ്റ് ആയി. 5000-നെക്കാൾ കൂടുതൽ ഓഫീസസും 5 കോടിനേക്കാൾ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ഇന്ത്യന്റെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണിത്. വേൾഡിലെ 38 പ്ലേസിലുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രസൻസിൽ ഇന്ത്യ, UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഐവറി കോസ്റ്റ്, ഫിലിപ്പൈൻസ് ഇത്രയുള്ള കൺട്രീസിലുണ്ട്. അതുപോലെ തന്നെ 2030 ആകുമ്പോൾ കമ്പനി കൂടുതൽ നാടുകളിലേക്ക് സ്പ്രെഡ് ആവേണ്ട ഒരു ഗ്രേറ്റ് വിഷനിലാണ് കമ്പനി പോകുന്നുള്ളത്. ഇത് നമുക്ക് ഇതിൽ കാണാം. നമ്മൾക്ക് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി അവാർഡ് ഇൻ 2017 and 18, ഗ്ലോബൽ 100 അവാർഡ്, ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് 2021. ഇതൊക്കെ കമ്പനിക്ക് കിട്ടിയ അങ്ങനത്തെ അവാർഡ്സുകളാണ്. എല്ലാ പ്രോഡക്റ്റുകൾ ഹലാൽ സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അറബ് കൺട്രീസിലൊക്കെ ഈ ഒരു ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് പോകുന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് പ്രൊഫൈലിൽ പോകുമ്പോൾ എക്സ്റ്റൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, അഫോർഡബിൾ പ്രൈസ്, ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന 450+ പ്രോഡക്റ്റ് ഉള്ള കമ്പനിയാണ്. ഇപ്പം നമുക്ക് കാണാം ഇന്റർനാഷണൽ ക്വാളിറ്റി. ഇപ്പം ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് UAE-യിലുള്ള ആൾക്കാർക്ക് ഇപ്പം നമുക്ക് ഇന്ത്യന്റെ ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ UAE-യിൽ എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുക ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അത്ര ഏത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് നമുക്ക് അബ്രോഡുള്ള ആൾക്കാർക്ക് കിട്ടുക. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കിട്ടൂല. അപ്പൊ അതാണ് ഡിഫറൻസ്. ഇപ്പൊ ഈ വെസ്റ്റേജിന്റെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലാവട്ടെ ഇനി വേൾഡിൽ ഏത് കൺട്രിയിലായി കഴിഞ്ഞാലും നമ്മളെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ മണി ബാക്ക് ഗ്യാരണ്ടിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൽ കാണാം വെസ്റ്റേജ് നമ്മൾക്ക് അവർ കാറ്റഗറീസിൽ 16 കാറ്റഗറീസ്: വെസ്റ്റേജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡിറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വുമൻസ് ഹെൽത്ത്, ആയുഷ് ആൻഡ് ഹെൽത്ത് ഫുഡ് സപ്ലിമെന്റ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ, ആന്റി ഏജിങ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, എഗ്രി പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. അതുപോലെ എയർ ആൻഡ് വാട്ടർ പ്യൂരിഫൈ ഇതൊക്കെ നമ്മളെ പ്രോഡക്ട്സുകളാണ്. പ്രോഡക്റ്റ് പ്രൊഫൈൽ കുറഞ്ഞ സ്പീഡായിട്ട് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ടൈമിങ് ഷോർട്ട് പ്ലാൻ ആണിത്. എന്നാലും കുറച്ച് ഞാൻ പറഞ്ഞു പോവാം. നമുക്ക് കാണാം ഈ ഫുഡ് സപ്ലിമെന്റുകളാണ് നമ്മളിത് മെയിൻലി നമ്മുടെ ഇത് ന്യൂട്രീഷൻ പ്രോഡക്റ്റുകളാണ് നമുക്ക് കമ്പനി മെയിൻ പ്രോഡക്റ്റ് ഇതാണ്. അപ്പൊ ഇതില് എന്തിനാണ് ഈ ന്യൂട്രീഷൻ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ടുന്നത്ര പോഷകാംശങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ പലതരത്തിൽ അതിന്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാനും അബ്രോഡ് ആയ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഫുഡ് സപ്ലിമെന്റ്. അതിൽ ഇന്ത്യന്റെ ആൾക്കാർ ഇപ്പോഴും ഒരു 40% ആൾക്കാർക്ക് ഫുഡ് സപ്ലിമെന്റിനെ പറ്റിയിട്ട് അറിയുള്ളൂ. എങ്ങനെയാണോ മെഡിക്കൽ ഇൻഡസ്ട്രി അതുപോലെ തന്നെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി കൂടി. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ കാണാം ജോയിന്റ്സ് ആൻഡ് ബോൺസിന്റെ ഹെൽത്തിൽ കാൽഷ്യം, ഗ്ലൂക്കോസൻ, കൊളാജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പൊ ഇതില് ഇത് മെയിൻലി സന്ധിവാദം, ആമവാദം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക്, തേയ്മാനം ഇതിനൊക്കെയുള്ള പ്രോഡക്റ്റ് ആണ്. ഇതൊന്നും മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെന്റുകളാണ്.
ഓരോ ഇതിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിളിന്റെ ഫ്രൂട്ട്സിന്റെ ഒക്കെ എക്സ്ട്രാക്റ്റുകളാണ് ഇതിലുള്ളത്. ഗ്ലിസമിക് ഹെൽത്തിൽ പോയി കഴിഞ്ഞാൽ ഷുഗർ പേഷ്യന്റിനുള്ള അങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് നീം, സ്റ്റിവ്യ, അതുപോലെ തന്നെ പ്രീ ഗ്ലൂക്കോ ഹെൽത്ത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റില് നമ്മൾക്ക് പ്രതിരോധ ശക്തി നമുക്ക് കൂട്ടാണ്. നമുക്ക് കോവിഡിന് ശേഷമാണല്ലേ എല്ലാവരും പ്രതിരോധ ശക്തിനെ പറ്റി കുറച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിനുള്ള പ്രോഡക്റ്റ് ആണ് സ്പെർലിന, നോനി, കൊളസ്ട്രോം, അലോവേര, അതേപോലെ തന്നെ ആംല. ഈ ഇത്ര പ്രോഡക്ട്സ് അതിനുള്ളതാണ്. അതെന്തിനാണ് ഉള്ളതെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല, ഷോർട്ട് പ്ലാൻ ആണ്. വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് പ്ലാൻ ഞങ്ങൾ വേറെ സെഷൻസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വെസ്റ്റേജ് പ്രൈമിൽ വരുന്നത് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ചോക്ലേറ്റ് രൂപത്തിലുള്ളത്, പിന്നെ സീബക്തോണ്, ക്രിൽ ഓയിൽ, കോംബാറ്റിക്സ്, ഇതൊക്കെയാണ്. പിന്നെ ഡിറ്റോക്സ് ആൻഡ് ഫുഡ് പാച്ചസിൽ നമുക്ക് വരുന്നുണ്ട് ഈ വെരിക്കോസ് വെയിനിനും അതുപോലെ ഉള്ള ഫുഡ് പാച്ചസ്, ഗാനഡോർമ എന്ന് പറഞ്ഞ സപ്ലിമെന്റ്, അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനുള്ള സപ്ലിമെന്റ്, നമ്മളെ വയറിന്റെ പ്രോബ്ലം ഇപ്പൊ ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഇതുപോലത്തെ പ്രോബ്ലംസിനൊക്കെയുള്ള പ്രോഡക്റ്റുകൾ. പിന്നെ ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, നമ്മളെ വെയിറ്റ് മാനേജ്മെന്റിന് കമ്പനി വെസ്ലീം ഷേക്ക്, അതുപോലെ തന്നെ വെസ്ലീം ടീ പൗഡർ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും സ്പെഷ്യലൈസ്ഡ് ഇപ്പൊ പേഴ്സണലൈസ്ഡ് കുറെ പ്രോഡക്റ്റ് കൂടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വുമൻസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു കാറ്റഗറി ഉണ്ട്. അതില് ശതാവരി മാക്സ്, ഫോലിക് അയൺ പ്ലസ്, സ്ത്രീകളിൽ ഉണ്ടാകുന്ന തലകറക്കം, ക്ഷീണം, അതുപോലെ തന്നെ പീരിയഡ്സ് റിലേറ്റഡ് പ്രോബ്ലംസ്, PCOD, പിന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ്, ഓവറിൽ ഫൈബ്രോയിഡുകൾ, ഇതിനൊക്കെയും ലേഡീസിന്റെ ഹെൽത്തിനുള്ള പ്രോഡക്റ്റ് ആണ് ഫോലിക് ആൻഡ് പ്ലസും ശതാവരി മാക്സ്. അതുപോലെ തന്നെ ക്രാൻബെറി, യൂറിനറി നമുക്ക് ട്രാക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാം. സ്കിൻ, നെയിലിന്റെ ഒരു ഹെയറിന്റെയും സ്കിന്നിന്റെയും ഹെൽത്തിനുള്ളതാണിത്. പിന്നെ വരുന്നത് യു കൺട്രോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ്, നമ്മൾക്ക് യൂറിനറി വീക്ക് ബ്ലാഡർ ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഹർമോൺ ക്യാപ്സൂൾസ്, പിന്നെ മെയിൻലി ഹാർട്ടിന്റെ ഹെൽത്തിനുള്ളതാണ് L-arginine, കോൺസെമിക്യൂട്ടന്, ഫ്ലാക്സ് ഓയിൽ. ഹാർട്ട് അറ്റാക്ക് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആയുഷ് ആണ്ടിയിലും കുറേ പ്രോഡക്ട്സുകൾ ഉണ്ട്. കിഡ്നി ഹെൽത്ത് ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്. ലിവർ ഹെൽത്ത്, അതുപോലെ തന്നെ പിന്നെന്താ ഇതുപോലത്തെ ടോക്സ് ക്ലീന്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്ന അങ്ങനത്തെ റെസ്പോ കെയർ, ഇതൊക്കെ പ്രോഡക്ട്സ്. പിന്നെ ഹെൽത്ത് ഫുഡിൽ നമ്മളെ വീട്ടില് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, ഫ്രഷ് അപ്പ് ഡ്രിങ്ക്സ്, അതുപോലെ റൈസ് ബ്രൈൻ ഓയിൽ. നമ്മൾക്ക് ഈ കൊളസ്ട്രോള് കുറവുള്ള ഓയിലാണ് നമ്മുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള സ്കിൻ അലർജി, ഇതിനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. WHO അംഗീകരിച്ച സ്പെഷ്യൽ ഓയിലാണിത്. പിന്നെ വരുന്നത് ഇൻവിഗോ ന്യൂട്രീഷൻ പ്രോട്ടീൻ പൗഡർ. ഇത് കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ADHD ഉള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ടീ പൗഡർ, കോഫി പൗഡർ, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് വരുന്ന സബ്ലിംഗൽ സ്പ്രേ ആണ്. വിറ്റാമിൻ D, വിറ്റാമിൻ B12, അത് മൾട്ടി വിറ്റാമിന്, ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് നമ്മൾ ഓറലിന്റെ ഹെൽത്തിന്, നമ്മുടെ ടീത്ത് ഹെൽത്തിനുള്ള നീം പേസ്റ്റ്, ഗാനോ, അതുപോലെ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്. പിന്നെ പേഴ്സണൽ കെയറിൽ കുറേ പ്രോഡക്ട്സുകൾ ഉണ്ട്. അതിൽ നമ്മളെ ഹെയർ പലതരത്തിലുള്ള ഷാംപൂകൾ, ഡിഫറെന്റ് നമ്മളെ ആവശ്യത്തിനുള്ള മീൻസ് താരന്, ഇതുപോലത്തെ പല ഡിഫറെന്റ് ഡെയിലി കെയർ, ഇത് കുറേ പ്രോഡക്ട്സുകൾ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മളെ ഫേസിന്റെ ഇതാണ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ. അതിൽ ആന്റി ഏജിങ് നൈറ്റ് ക്രീം, ഫെയർനെസ്, അതുപോലെ ഫൗണ്ടേഷന്, ലിപ്റ്റിക്, കാജല്, പലതരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഉണ്ട്. പിന്നെ നമ്മൾ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ വെസ്റ്റിന്റെ പ്രോഡക്റ്റിൽ വരുന്നത് നമ്മൾക്ക് പാത്രം പിടിക്കുന്ന ലിക്വിഡുകൾ, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തന്നെ വാഷ് ലിക്വിഡ്സ്, ഇതൊക്കെ. ഇതിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ്, കമ്പനി കൊടുക്കുന്ന പ്രോഡക്റ്റ് കെമിക്കൽ ഫ്രീ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് അലർജി ഉള്ള ഒരു കൈക്കൊക്കെ അലർജി വരുന്ന പുറമേലത്തെ എന്താ വാഷിംഗ് പൗഡർ ഒക്കെ യൂസ് ചെയ്ത് ഒക്കെ അതില് അങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മളെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഒരു 4-5 ദിവസം ആകുമ്പോൾ തന്നെ അവരെ കൈകളിൽ ഈ അലർജിയൊക്കെ ഓട്ടോമാറ്റിക് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഡക്റ്റിനൊക്കെ കമ്പയറിംഗ് ടു മാർക്കറ്റ് പ്രോഡക്റ്റിനേക്കാൾ സ്മെല്ലൊക്കെ കുറവായിരിക്കും. അത് വളരെ ചില ആൾക്കാർ പറയും ഇതെന്താ പ്രോഡക്റ്റിന് സ്മെല്ല് കുറച്ച് കമ്പയറിംഗ് ടു കുറവാണല്ലോ. അത് കെമിക്കൽ ഇല്ലാത്തത് കൊണ്ടാണ്. കെമിക്കൽ ഉള്ള പ്രോഡക്റ്റിന് നമുക്കറിയാം, ഇപ്പൊ ഒരു പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറെ പേർക്ക് ഹെഡ് ഏക്ക് ഒക്കെ വരും. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവും നമ്മൾക്ക് ഉണ്ടാവാറില്ല.
പിന്നെ മെൻസ് ഗ്രൂമിങ് ഐറ്റംസ് ഉണ്ട്. പിന്നെ സ്കിൻ ഫോർമുലയില് കുറച്ച് സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിൽ വരുന്നത് നമുക്കിപ്പോ കണ്ണിന്റെ താഴൊക്കെ കുറെ ആൾക്കാർക്ക് വരുന്ന ബ്ലാക്ക് അതൊക്കെ മാറാനുള്ളതാണ്. പിന്നെ മുഖത്തിൽ വരുന്ന ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരും മുഖത്തില് ചില സ്കിന്നിൽ വരുന്ന അങ്ങനത്തെ ചില എന്താ മാർക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ നമ്മൾ യൂസ് ചെയ്താൽ ക്ലിയർ ആയി പോകും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്ക് മണ്ണിനും ഹാനികരമല്ലാത്ത കൃഷി പ്രോഡക്ട്സുകൾ കൂടി കമ്പനി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു കാറ്റഗറിയാണിത്. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് വാട്ടർ പ്യൂരിഫയറും എയർ പ്യൂരിഫയറും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കറിയാം ചില ആൾക്കാർക്ക് ശ്വാസം മുട്ട്, ഡസ്റ്റ്, സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡസ്റ്റ് അലർജീസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏറ്റവും പൊല്യൂട്ടഡ് ആയ സിറ്റി എന്ന് പറഞ്ഞ ഡൽഹിയൊക്കെ ഭയങ്കര, ഏത് സിറ്റിയായാലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു എയർ പ്യൂരിഫയർ ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ, വീട്ടിലൊക്കെ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടലൊക്കെ വരാതെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉണ്ട്. ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം. അപ്പൊ ഇതില് നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ഇതിൽ കാണാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇപ്പൊ നമ്മള് ഇതുവരെയും നമ്മൾ ഫോളോ ചെയ്ത ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറീസിലും ഒക്കെ പോയി വാങ്ങും അല്ലെ. അപ്പം നമ്മൾക്ക് ആ ഒരു പ്രോഡക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്? അല്ല. ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൽ നിന്ന് കുറേ മീഡിയേറ്റേഴ്സിന്റെ ത്രോ കസ്റ്റമറുടെ കയ്യിൽ എത്തും. CF സ്റ്റോക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ലിസ്റ്റ്, ഹോൾസെലർ, റീറ്റെയിലർ. ഒരു കമ്പനി അതിന്റെ പ്രോഫിറ്റിന്റെ 60% അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഇവർക്കൊക്കെ കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ കസ്റ്റമറായ നമ്മളെ കയ്യിൽ കിട്ടുക. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുമ്പോ കമ്പനി നമ്മൾക്ക് ഡയറക്റ്റ് സെല്ലാണ് ചെയ്യുന്നത്. അതാണ് ഈ വേർഡ്. കുറെ ആൾക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ചിന്തിക്കും, ഓ ഇത് സെല് ചെയ്ത് നടക്കുന്ന ബിസിനസ് ആണ്. ഒരിക്കലല്ല. കമ്പനി നമ്മൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് വെസ്റ്റേജ് കമ്പനി യാതൊരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ നമ്മൾക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഈ 40% മീഡിയസിന് പോകുന്ന ആ എമൗണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് ഈ കമ്പനി, നമ്മളെ വെസ്റ്റേജ് കമ്പനി കൊടുക്കുന്ന എങ്ങനെയാ? യാതൊരു മീഡിയേറ്റേഴ്സ് ഇല്ലാതെ, അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഇല്ലാതെ ഡയറക്റ്റ് കസ്റ്റമറെ നമ്മൾ കൊടുക്കും. അപ്പൊ ഈ 60% പ്രോഫിറ്റ് കസ്റ്റമറായ നമ്മൾക്കാണ് കിട്ടുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഇതിൽ അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഇല്ലാത്തെന്ന് പറഞ്ഞാല് കമ്പനി കൊടുക്കുന്നത് 100% ജെന്യൂൻ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ യാതൊരു അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യമില്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആണ്. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്താ നമ്മൾ ഇതിൽ ചെയ്യേണ്ടേ? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ ഈ ഒരു കമ്പനീന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആവാം. ആദ്യം ഉപയോഗിച്ച് നോക്കുക. നിങ്ങളെ വീട്ടിലേക്ക് എന്താണ് വേണ്ടത് അത് നമ്മളെ കമ്പനീന്റെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വലിയൊരു ബിസിനസ് എന്റർപ്രനർ ആവാന് നമ്മൾക്ക് എന്റർപ്രനർ ആവാന് നമ്മൾക്ക് പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? 50% ബെനിഫിറ്റിലാണ് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നത്. എന്താണ്? MRP 10 to 20% ഓഫ്. ഇപ്പൊ 120 കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളെ കമ്പനി നമുക്ക് 100 റുപ്പിക്കാണ് തരുന്നത്. അതാണ് ഈ 10 to 20% ഓഫ്. റീപർച്ചേസ് ഓഫർ 10%. ഇപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് റീപർച്ചേസിങ് ഓഫർ ഇവിടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഉണ്ട്. 5 to 16% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, സാറ്റിസ്ഫൈഡ് അല്ല, 30% നിങ്ങൾ യൂസ് ചെയ്തിട്ട് കമ്പനിക്ക് സെയിം മന്തിൽ ബില്ല് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ എമൗണ്ട് കമ്പനി തരും. അങ്ങനെ ഒരു ടേം കമ്പനി വെച്ചത് എന്തുകൊണ്ട് പറഞ്ഞാൽ ആരും തിരിച്ചു കൊടുക്കൂല. അത്രക്കും നല്ല പ്രോഡക്റ്റ് ആണ് കമ്പനി നമ്മൾക്ക് പ്രൊവൈഡ് തരുന്ന ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടോ, തിരിച്ചു കൊടുക്കൂല എന്നുള്ള ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി ഓഫർ. കൺസിസ്റ്റൻസി ഓഫർ പറഞ്ഞാൽ എന്താ? നമ്മൾ റെഗുലർ, ഇത് നിർബന്ധമൊന്നല്ല, ഇതിൽ കസ്റ്റമർ ആയിട്ട് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ 100 PV 4 മാസം കണ്ടിന്യൂസ് എടുത്ത് കഴിയുമ്പോൾ 5-ാം മാസം 2515 രൂപ DP പ്രൈസിന്റെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കമ്പനി നമുക്ക് തരും. അതുപോലെ എല്ലാ മാസവും ഈ 100 PV പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 300 രൂപന്റെ പ്രോഡക്റ്റ് ഫ്രീ ഉണ്ട്. അതാണ് ഇതിൽ നമ്മൾക്ക് പറയുന്ന റീപർച്ചേസ് ഓഫർ എന്ന്. പിന്നെ നമ്മൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ചെറിയൊരു എമൗണ്ട് തിരിച്ചിട്ട് നമ്മൾക്ക് തന്നെ കിട്ടും. ഇതാണ് ഈ 50% ഓഫർ. അതിൽ നമുക്ക് 9 തരത്തിന്റെ ഇൻകം ആണ് കമ്പനി തരുന്നത്. സേവിംഗ് ഓൺ കൺസപ്ഷൻ 10 to 20%, പെർഫോമൻസ് ബോണസ് 5 to 16%, ഡയറക്ടർ ബോണസ് 15%,
ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, ഇലൈറ്റ് ക്ലബ് ബോണസ് 2%. നമ്മളിപ്പോ ഈ ഒരു വെസ്റ്റേജ് കമ്പനിയും ആരാണോ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അതാണ് നിങ്ങൾ സ്പോൺസർ. അതേപോലെ തന്നെ വിന്നിംഗ് ടീമിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്, ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ നമ്മൾ നിന്നിട്ടാണ് ഈ ഒരു ബിസിനസ്, നമ്മുടെ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇതിൽ കാണാം, നമ്മൾക്ക് എല്ലാ പ്രോഡക്റ്റുകൾ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഉള്ളത് കൊണ്ട് പോയിന്റ് വാല്യൂലാണ് മെഷർ ചെയ്യുന്നത്. ഒരു 1 PV എന്ന് പറഞ്ഞ 30 റുപ്പീന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു 5% ലെവലിൽ ഉണ്ടാവും. പിന്നെ നമ്മളൊരു 600 PV എത്തുമ്പോൾ 8%ലേക്ക് പോകും. 2400 PV പോകുമ്പോൾ 12%ലേക്ക് എത്തും. 5500 PV പോകുമ്പോൾ 16%ലേക്ക് എത്തും. ഈ സമയത്ത് നമ്മൾ ഫസ്റ്റ് പിൻ ലെവൽ, പ്രൊമോഷൻ ലെവൽ, ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ എത്തും. അതേപോലെ നമ്മൾ സിംഗിൾ മന്തിൽ 300 PV കൊണ്ടുവന്നാൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് 8% ആവാം. അതേപോലെ 4500 സിംഗിൾ മന്തിൽ കൊണ്ടുവന്നാൽ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് ഡയറക്ടർ നമ്മൾക്ക് ആവാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജോയിൻ ചെയ്തു, പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നമ്മൾ ആ എക്സ്പീരിയൻസ്, നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ ഒരു 6 പേരിലേക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ ഇവരെ സ്പോൺസർ ചെയ്യാം. ഓക്കെ, സ്പോൺസർ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പറയുന്നത് നമ്മൾക്ക് ഓരോരോ പ്രൊമോഷൻ ലെവൽസ് ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് വന്നു, നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആയി. നമ്മളെ താഴെ ഒരാൾ വന്നു, അവര് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന പിൻ ലെവലിലേക്ക് നമ്മൾ എത്തും. സിൽവർ ഡയറക്ടർ പിൻ ലെവലിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഏഷ്യൻ ട്രിപ്പാണ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്. ആ സമയത്ത് നമ്മൾക്ക് കമ്പനി ടീം ബിൽഡിംഗ് ബോണസ് 3%, അതേപോലെ ബിസിനസ് ബിൽഡിംഗ് ബോണസ് 14%, LOB 15% തരുന്നുണ്ട്. കൂടെ ട്രാവൽ ഫണ്ട് കൂടി തരുന്നുണ്ട് 3%. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീമിൽ വന്ന ഒരു 2 പേര് ബ്രോൺസ് ഡയറക്ടർ ആയി, 2 ടീമിൽ ഗോൾഡ് ഡയറക്ടർ ആയിട്ട് നമുക്ക് പ്രൊമോഷൻ ആവുന്നുണ്ട്. അതുപോലെ 3 ടീമിൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ നമ്മുടെ ടീമിലാക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആവും, കാർ ഫണ്ട് അച്ചീവർ ആവും. കമ്പനി നമ്മൾക്ക് 5% കാർ ഫണ്ട് തരും. ഞാനും ഹസ്ബൻഡ് ഈ ഒരു പിൻ ലെവലാണ് ഉള്ളത്. പിന്നെ നമ്മളെ താഴെ വന്ന 4 ടീമിൽ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്ന സമയത്ത് ഡയമണ്ട് ഡയറക്ടർ എന്ന പിൻ ലെവൽ. ഇതിൽ നമ്മൾ യൂറോപ്യൻ ട്രിപ്പാണ് നമ്മൾ ക്വാളിഫൈ ആവുന്നത്. അതിനുശേഷം നമ്മുടെ ടീമിൽ 6 പേര് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പിൻ ലെവലിൽ എത്തും. ആ സമയത്ത് കമ്പനി ഹൗസ് ഫണ്ട് 3% തരും. ക്രൗൺ ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ മാസവും നമ്മൾക്ക് വീട് കെട്ടാനുള്ള ഫണ്ടാണ് നമ്മൾക്ക് കമ്പനി എല്ലാ മാസവും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ വന്ന ടീമിൽ 8 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ UCD എന്ന് പറയും. അതുപോലെ തന്നെ 12 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ. അതുപോലെ നമ്മളെ താഴെ 16 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന വലിയ പിൻ ലെവലാണിത്. ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനീന്റെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% ഇലൈറ്റ് ക്ലബ് ബോണസ് ആയിട്ട് നമ്മൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു എമൗണ്ട് ആ, നമ്മൾക്ക് ഒരു 5 lakh ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എത്തും ഈ പിൻ ലെവലിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പൊ നമ്മൾക്ക് ഇതിൽ കാണാം, ലോകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, അതുപോലെ കോമേഴ്സ് ആണ്. നമുക്കറിയാം കോമേഴ്സ് ഫെസിലിറ്റീസ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ? നമ്മളിപ്പോ ഓൺലൈനിൽ എല്ലാം, ഇപ്പൊ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്, ഫുഡ് ഓർഡർ ചെയ്യുന്നത് എല്ലാം ഓൺലൈൻ അല്ലേ? നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റുകൾ, അതാണ് കോമേഴ്സ്. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമ്മൾ ആ ജനങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബിസിനസ് ആണ്. ഇത് നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നുള്ളത്. ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഒരു ബിസിനസ്. ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തില് പോൾസാനെ പിൽസർ, അമേരിക്കൻ ഒരു ഇക്കണോമിസ്റ്റ് ആണ്. അവർ 40 years ബാക്ക് IT വേൾഡിനെ പറ്റി പ്രവചിച്ച ഒരാളാണ്. അതിനുശേഷം ആള് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തില് ട്രില്യനേഴ്സിനെയും മില്യനേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് വെൽനസ് ആണ്. വെൽനസിൽ എന്താ? യോഗ, ജിമ്മ്, മെഡിറ്റേഷന്, വാട്ടർ ഇൻഡസ്ട്രി, എയർ ഇൻഡസ്ട്രി, നമ്മൾ ഈ ഒരു ബിസിനസ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന ഈ ഒരു രണ്ടിന്റെ നെറ്റ്വർക്കും അതുപോലെ കോമേഴ്സ് രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ് നമ്മൾ വെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് മേഖല. ഇതാണ് ഇതിന്റെ പ്ലാൻ പ്രസന്റേഷന്. അപ്പൊ ഈ ഒരു പ്ലാൻ പ്രസന്റേഷന് ഇപ്പം ഇതാണ് ഈ ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷൻ. ഇപ്പൊ ഇത് നമ്മൾ കേട്ട ശേഷം ആരാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്? അവർക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ഐഡിയ എടുക്കുക. ഫ്രീ ഐഡിയ ആണ്. ഐഡിയ എടുത്തിട്ട്
നമ്മൾക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് യാതൊരു ചാർജൊന്നും ഇല്ല, ഫ്രീ ആയിട്ടാണ്. ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ട്രെയിനിങ്ങും ഫ്രീ ആണ്. ഇതൊരു എന്താ എല്ലാ നോളജ് നമുക്കിവിടെ ഫ്രീ ആയിട്ടാണ്. ഓൺ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരാളെ ഉയർത്തി കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ഒരു വിന്നിംഗ് ടീം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, പുതിയ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം. ഡൗട്ട്സ് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഖലീൽ എന്ന് പറഞ്ഞ ആളുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം. ഖലീൽ കെ, പുതിയ ആളാണോ ഖലീൽ? സംസാരിക്കാൻ പറ്റുമോ അൺമ്യൂട്ട് ചെയ്തിട്ട്? ഹലോ മേഡം, ഞാൻ പുതിയ ആളല്ല, പഴയതാണ് ട്ടോ. ആണോ? ഓക്കെ. ആരുടെ ടീമിലുള്ള ആളാണ് ഖലീൽ? ഷാജി സാറിന്റെ. ഓക്കെ. അപ്പം ഇതിലിപ്പം ഓൾറെഡി പുതിയതായിട്ട് ഒരാളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇതിൽ മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, കാണുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ ഇപ്പോഴത്തെ ലീഡേഴ്സ് തന്നെയാണുള്ളത്. കുറെ പേരുണ്ടായിരുന്നു, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? അത് 2 പേര് കയറിയിട്ടുണ്ടായിരുന്നു മാം. അത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിട്ട് ഇറങ്ങിയതാണ്. നെറ്റ്വർക്കിന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ആണോ? റെക്കോർഡ്സ് അയച്ചു കൊടുത്തോളൂ കേട്ടോ നമുക്ക്, ആ ഈ ഒരു ശരി. റെക്കോർഡ്. ആ ഓക്കെ മാം. ഓക്കെ. അപ്പം ഒരു കാര്യം ചെയ്യാം, അക്ഷയ് ഇത് ക്ലോസ് ചെയ്തോളൂ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ഇരിക്കാം. ക്ലോസ് ചെയ്തോളൂ. താങ്ക് യു മാഡം. അപ്പൊ എല്ലാവർക്കും നല്ലപോലെ തന്നെ മനസ്സിലാവുന്ന പോലെ പ്ലാൻ ഒക്കെ എടുത്തു. താങ്ക് യു. ഇനി